രായിരനെല്ലൂർ മലയുടെ നെറുകയിൽ ലോകം ഭ്രാന്തനെന്ന് വിളിച്ച ആ മഹായോഗി തൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തിനായിരുന്നു അദ്ദേഹം ആ കൂറ്റൻ കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റിയത്? എന്തിനായിരുന്നു ആ കല്ലുകൾ താഴേക്ക് തള്ളിയിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചത്? അതൊരു ഭ്രാന്തായിരുന്നില്ല, മറിച്ച് ഈ ലോകത്തിന് അദ്ദേഹം നൽകിയ വലിയൊരു പാഠമായിരുന്നു. കഷ്ടപ്പെട്ട് നാം കെട്ടിപ്പടുക്കുന്ന ഈ ജീവിതവും സമ്പത്തും അഹങ്കാരവും മരണമെന്ന മലമുകളിലെത്തിയാൽ ഒരു നിമിഷം കൊണ്ട് താഴേക്ക് പതിക്കുന്ന വെറും കല്ലുകൾ മാത്രമാണെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞു. ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യരോട് ഈ ലോകം വെറുമൊരു മായയാണെന്ന് ആ കല്ലുരുട്ടലിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തെ ഗുരുവായി ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അനുകരിച്ച ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, അങ്ങയെപ്പോലെ എനിക്കും ജീവിക്കണം. നാറാണത്ത് ഭ്രാന്തൻ അവനെ വിലക്കി, പക്ഷെ അവൻ പിന്മാറിയില്ല. വഴിമധ്യേ ഒരു കൊല്ലപ്പണിശാല കണ്ടപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ അവിടെ നിന്നു. തിളച്ചുമറിയുന്ന ചുവന്നു തുടുത്ത ഉരുകിയ ലോഹം ഒരു പാത്രത്തിലെടുത്ത് അദ്ദേഹം സാധാരണ വെള്ളം പോലെ കുടിച്ചു. ശിഷ്യൻ ഭയന്നു വിറച്ചു. നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എന്നെ അനുകരിക്കുകയല്ല വേണ്ടത്, നിന്റെ ഉള്ളിലെ സത്യത്തെ കണ്ടെത്തുകയാണ് വേണ്ടത്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു മഹാസിദ്ധനായിരുന്നു ആ ഭ്രാന്തനെന്ന് ലോകമറിഞ്ഞ നിമിഷം നാറാണത്ത് ഭ്രാന്തൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ മരണത്തിന് കീഴടങ്ങുകയല്ല ചെയ്തത്. ഐതിഹ്യങ്ങൾ പ്രകാരം താൻ തപസ് ചെയ്തിരുന്ന രായിരനെല്ലൂർ മലയുടെ നെറുകയിൽ വെച്ച് അദ്ദേഹം ഈ ഭൗതിക ലോകത്ത് നിന്ന് അന്തർധാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആരും സംസ്കരിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം ദൈവീക ചൈതന്യമായി പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുകയായിരുന്നു എന്നാണ് വിശ്വാസം.